Super Brothers. ഭാഗം 4 ശത്രുവിന്റെ വരവ്. രാത്രിയായിരുന്നു. തൃശൂർ നഗരം ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴും വിജയുടെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു തന്നെ ഇരുന്നു. താൻ പിടികൂടിയ റോബോട്ട് പക്ഷിയുടെ അവശിഷ്ടങ്ങൾ വിജയ് തന്റെ ലാപ്ടോപ്പുമായി ബന്ധിപ്പിച്ചു. അവന്റെ വീഡിയോ എഡിറ്റിംഗ് കഴിവും ടെക്നോളജിയിലുള്ള അറിവും ഉപയോഗിച്ച് ആ പക്ഷിയുടെ മെമ്മറി ചിപ്പ് ഹാക്ക് ചെയ്യാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. വിജയ് ചേട്ടാ, എന്തെങ്കിലും കിട്ടിയോ? ആരാണിതിന് പിന്നിൽ? അജയ്, ഇത് നോക്ക്. ആ എനർജി കോർ എനിക്ക് വേണം. അത് കൈക്കലാക്കിയാൽ എനിക്ക് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാം. ആ കുട്ടികളെ പോയി പിടിക്കൂ. ചേട്ടാ, അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരുവോ? വരും അജയ്, പക്ഷെ നമ്മൾ തയ്യാറാണ്. നിനക്ക് നിന്റെ വേഗതയുണ്ട്, എനിക്ക് എന്റെ ഗാഡ്ജറ്റും. നമ്മൾ നമ്മുടെ ശക്തികൾ കൂടുതൽ പഠിക്കണം. അന്ന് രാത്രി വിജയ് തന്റെ വാച്ചിലെ ക്രിയേറ്റർ മോഡ് ഓൺ ചെയ്തു. ഒരു വീഡിയോയിലെ കളർ ഗ്രേഡിംഗ് മാറ്റുന്നതുപോലെ അവൻ തന്റെ വാച്ചിന്റെ സെറ്റിംഗ്സ് മാറ്റി. പെട്ടെന്ന് ആ മുറിയിലുണ്ടായിരുന്ന വായുവിൽ ഒരു കവചം രൂപപ്പെട്ടു. പെട്ടെന്ന് മുറ്റത്തുനിന്ന് ഒരു വലിയ കാറ്റ് വീശുന്ന ശബ്ദം കേട്ടു. മരങ്ങൾ ആടിയുലഞ്ഞു. വിജയും അജയും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു ഭീമാകാരമായ വിമാനം നിശബ്ദമായി ലാൻഡ് ചെയ്യുന്നു. അതിൽ നിന്ന് കറുത്ത വസ്ത്രം ധരിച്ച റോബോട്ട് പട്ടാളക്കാർ, ട്രോയിഡ് സോൾജേഴ്സ്, പുറത്തേക്കിറങ്ങി. അമ്മയും അച്ഛനും ഉണരുന്നതിന് മുമ്പ് നമുക്കിവരെ നേരിടണം. സൂപ്പർ ബ്രദേഴ്സും ഡോക്ടർ സിഗ്മയുടെ റോബോട്ട് സൈന്യവും തമ്മിലുള്ള ആദ്യത്തെ വലിയ യുദ്ധം തുടങ്ങുകയാണ്. തൃശൂർ നഗരം ഉറങ്ങുമ്പോൾ ലൈറ്റ് തെളിയും ഈ മുറിയിൽ. റോബോ പക്ഷിയുടെ ചിപ്പിൽ ലോകം കണ്ടൊരു ദൃശ്യമിതാ. കടലിൻ നടുവിൽ സിഗ്മ പട മാസീവായി വരുന്നു. അജയ് നിന്റെ വേഗത, എന്റെ ഡിജിറ്റൽ സ്റ്റാഫും നമ്മുടെ ശക്തി തെളിയിക്കാം. ഈ രാത്രി നമ്മൾ കാക്കും. സൂപ്പർ